നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛന് വേണ്ടി വിവാഹം കഴിക്കാനോ? എന്തിന്? അച്ഛനൊന്നും മൂളിയ മരിക്കാൻ പോലും ഞാൻ തയ്യാറായിരുന്നു. അത്രയ്ക്ക് സന്തോഷായിരുന്നു. അമ്മേ, എന്താ അമ്മേ നമ്മുടെ പ്ലാനൊക്കെ എന്താ ഇങ്ങനെ നനഞ്ഞ് ചീറ്റി പോകുന്നത്? എന്തൊക്കെയോ സംഭവിക്കുന്നത് ഞാനങ്ങ് പ്രതീക്ഷിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. അതാ എനിക്ക് മനസ്സിലാവാത്തത്. പ്രതാപൻ വീഡിയോ കണ്ടിട്ട് പറഞ്ഞതൊക്കെ കേട്ടപ്പോ എല്ലാം നമ്മുടെ വഴിക്ക് വന്നു എന്നാ ഞാൻ കരുതിയത്. ഇതിപ്പോ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ആകെ അപ്സെറ്റ് ആയിപ്പോയി. കൊള്ളാം. അപ്പോ ഋതിക മേഡത്തിന്റെ വിവാഹം മുടക്കാൻ മാത്രമല്ല, തമ്മിലൊന്ന് അടുത്തു തുടങ്ങിയ വർമ്മ സാറിനെ ഋതിക മേഡത്തെയും അകറ്റാനും അമ്മയും മകനും ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അശ്വിൻ സാറും ഫാമിലിയും നല്ല ആളുകളായതുകൊണ്ട് വിവാഹം മുടക്കാൻ ഇവര് ശ്രമിച്ചാലൊന്നും അത് നടക്കാൻ പോകുന്നില്ല. എക്സാം പാസ്സായി വിവാഹവും കഴിച്ച് ഇവരുടെ മുന്നിലൂടെ ഋതിക മേഡം സന്തോഷമായി ഈ വീട്ടിൽ നിന്നും പോകണം. ഋതിക മേഡം, എന്താ എന്നെ ആശ്വസിപ്പിക്കാൻ വന്നതാണോ രാജു? ഞാൻ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഓർത്ത് വന്നതായിരിക്കും അല്ലെ? അതാണല്ലോ മിക്കപ്പോഴും ഈ വീട്ടിൽ നടക്കാറുള്ളത്. എന്താണെന്ന് അറിയില്ല രാജു, എന്റെ കണ്ണ് നിറയുന്നില്ല. പക്ഷെ ഉള്ളില് നല്ല വിഷമുണ്ട്. മേഡം, രാജു ഓർക്കുന്നുണ്ടാവും ഇവൾക്ക് ഭ്രാന്താണെന്ന് അല്ലേ? അതെ രാജു, ഞാനൊരു ഭ്രാന്തിയാ, ബുദ്ധിയില്ലാത്തവളാ. എന്റെ അച്ഛൻ എന്നെ എന്തെങ്കിലും മനസ്സിലാക്കും, എന്നോട് എന്തെങ്കിലും സ്നേഹം കാണിക്കുമെന്നൊക്കെ ഓർത്ത് കാത്തിരിക്കുന്ന ഞാൻ പിന്നെ ആരാ? അച്ഛൻ ഒരല്പം അടുപ്പം കാണിച്ചപ്പോ മതി മറന്ന് സന്തോഷിച്ച് ആ സന്തോഷം എന്നും എന്റെ ഒപ്പം ഉണ്ടാകുമെന്ന് വിശ്വസിച്ച് ഞാൻ ഭ്രാന്തിയല്ലേ രാജു? പറ. അങ്ങനെയൊന്നും അല്ല മേഡം. വർമ്മ സാറിന് ഒരു മാറ്റം വന്ന് തുടങ്ങിയതാ. പക്ഷേ അച്ഛനും ഞാനും ഒരേ ചോരയല്ലേ? ഫിസിക്സ് എക്സാം ഞാൻ മാറ്റി എഴുതിയതുപോലെ ദേഷ്യപ്പെടുന്നതിന് പകരം എന്നോട് അടുപ്പം കാണിച്ച് എന്നെ പോലെ തന്നെ അക്കാര്യത്തില് അച്ഛനും ഫെയിലായി. എനിക്ക് തോന്നുന്നതേ ഇത് ദൃഷ്ടിദോഷാണെന്ന്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം അച്ഛനും മകളും ഒന്നിച്ചത് കണ്ടപ്പോ അസൂയക്കാരോ കണ്ണുവെച്ചതാ. ആശുപത്രിയിൽ നിന്നും വന്ന അച്ഛന് ദൃഷ്ടിദോഷം മാറ്റാൻ ഞാൻ ആരതി ഒഴിഞ്ഞു. ഞാൻ എന്തൊരു പൊട്ടിയ. ഒരു ദൃഷ്ടി ആരെങ്കിലും കൊണ്ട് എനിക്ക് ഒഴിഞ്ഞിടേണ്ടതായിരുന്നു. ഋതിക മേഡം, പ്ലീസ് മതി. ഋതിക മേഡം എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. വിഷമം മനസ്സിൽ തങ്ങി നിൽക്കരുത്. കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ കരയേ. കണ്ണീര് പിടിച്ചു നിർത്തല്ലേ ഋതിക മേഡം. എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല രാജു. എന്റെ ഉള്ളില് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമുണ്ട്. പക്ഷെ എനിക്ക് കരയാൻ കഴിയുന്നില്ല. എന്റെ ഹൃദയം മിങ്ങിപ്പൊട്ടുന്നത് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. പക്ഷെ കണ്ണീരായി അത് പുറത്തു വരുന്നില്ല. അച്ഛൻ എന്നോട് കുറച്ച് സ്നേഹം കാണിച്ചപ്പോ ഞാൻ ഓവർ എക്സൈറ്റഡ് ആയി ഒരുപാട് സന്തോഷിച്ചു. അച്ഛന് വേണ്ടി വിവാഹം കഴിക്കാനോ? എന്തിന്? അച്ഛനൊന്നും മൂളിയ മരിക്കാൻ പോലും ഞാൻ തയ്യാറായിരുന്നു.
അത്രയ്ക്ക് സന്തോഷായിരുന്നു. അച്ഛൻ എന്നെ അച്ഛന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കായിരുന്നെന്ന്. ഞാൻ ഈ വീട്ടിലുള്ളപ്പോ ഈ വീട് അച്ഛന് നരകതുല്യാണെന്ന് അച്ഛൻ പറഞ്ഞ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ കത്തി കുത്തി ഇറക്കുന്നത് പോലെ തറച്ചിരിക്കുക രാജു. ഋതിക മാഡം, വർമ്മ സാറ് പറഞ്ഞതൊക്കെ വീണ്ടും വീണ്ടും ഓർത്തിങ്ങനെ വിഷമിക്കുന്ന എന്തിനാ മാഡം? മാഡം ആ വാക്കുകളൊക്കെ മറക്കണം. സാറ് ദേഷ്യത്തിൽ പറഞ്ഞു പോയതായിരിക്കും. കൊച്ചുകുട്ടികൾ എന്തെങ്കിലും വേണോന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞ അത് അവർക്ക് വേണ്ടി വാങ്ങിച്ച് അവരുടെ മുന്നിൽ വെച്ച് തന്നെ അത് ഉടച്ചു കഴിഞ്ഞ അവർക്കുണ്ടാവുന്ന വിഷമം എത്രത്തോളം ആയിരിക്കുമെന്ന് രാജുവിനറിയോ? ഋതിക മാഡം, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക. വർമ്മ സാറ് ഋതിക മാഡത്തെ ഒരു ദിവസം പൂർണ്ണമായും മനസ്സിലാക്കും. പിന്നെ വർമ്മ സാറ് ഒരിക്കലും ഋതിക മാഡത്തെ വഴക്ക് പറയില്ല. എപ്പോഴും സ്നേഹം മാത്രമായിരിക്കും. നടന്നതൊക്കെ ഋതിക മാഡം മറക്കണം. നാളെ എക്സാമാ. ഇപ്പൊ എക്സാമിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. എക്സാമിന് ജയിക്കണ്ട നമുക്ക്. രാജു എനിക്ക് കോൺഫിഡൻസ് തരാൻ ശ്രമിക്കാണോ? അതോ ഞാൻ എക്സാമിൽ ജയിച്ചാൽ എന്റെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് പറയാതെ പറഞ്ഞു എനിക്ക് വീണ്ടും പ്രതീക്ഷ നൽകാൻ ശ്രമിക്കാണോ? അല്ല മാഡം, എക്സാമിന് മാഡം വീണ്ടും ഫെയിലായാൽ അത് വർമ്മ സാറിന് ദേഷ്യമാകും എന്ന് ഞാൻ ഓർമ്മിപ്പിച്ച. ഈ എക്സാമിന് മാഡം ജയിക്കണം. അതെ, എന്റെയും കൂടി വാശിയ. എക്സാം ഹാളിലേക്ക് കയറുന്നതുവരെ മാഡത്തിന്റെ ഏത് ഡൗട്ടാണെങ്കിലും അത് ഞാൻ ക്ലിയർ ചെയ്തു തരാം. മാഡം ഇരുന്ന് പഠിക്ക. രാജു ചെല്ല, എനിക്ക് കുറച്ചു സമയം ഒന്ന് തനിച്ചിരിക്കണം. നമ്മളെ സ്നേഹിക്കുന്നവരെയും നമുക്ക് ചുറ്റുമുള്ളവരെയും നമ്മളാൽ കഴിയുന്ന വിധം സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതായിരിക്കും ശാശ്വതമായ സന്തോഷം. ആ സന്തോഷം എന്നും നിലനിൽക്കും. ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോറ്റുകൊടുക്കേണ്ട അവസ്ഥ നിനക്ക് വന്നാൽ എതിരെ നിൽക്കുന്നത് നീ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ നീ മടി കാണിക്കരുത്. നീ കാരണം നീ സ്നേഹിക്കുന്നവർക്ക് സന്തോഷം ലഭിച്ചാൽ അതിൽ പരം മഹത്തായ പ്രവൃത്തി മറ്റെന്താണ്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.